കാശ്മീരിനെ കുറിച്ച് 14 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ബുക്കർ പുരസ്കാര ജേതാവായ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ അരുന്ധതി റോയിയെ UAPA പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അനുമതി നൽകിയിരിക്കുകയാണ്. പൊതുവേദിയിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്ന പരാതിയിലാണ് നടപടി. കാശ്മീർ കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസർ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനിനെ പ്രോസിക്യൂട്ട് ചെയ്യാനും അനുമതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇരുവരെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A, 153B, 505 വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയതിനു ശേഷം ഇപ്പോൾ കേസിൽ UAPA വകുപ്പുകൾ ഉൾപ്പെട്ടതെങ്ങനെ? എന്തായിരുന്നു അരുന്ധതി റോയ്ക്കും ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈനും എതിരായ കേസ്? 2010 ഒക്ടോബർ 21 രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംഘടന ആസാദി ദ ഓൺലൈൻ വേ എന്ന പേരിൽ നടത്തിയ കോൺഫറൻസിലെ പരാമർശത്തിലാണ് അരുന്ധതി റോയ്ക്കും ഒപ്പം പരിപാടിയിൽ പങ്കെടുത്ത ഷൌക്കത്ത് ഹുസൈനുമെതിരെ പരാതി ഉയർന്നത്. 2010 ഒക്ടോബർ 21 ഡൽഹിയിലെ കോപ്പർനിക്കസ് മാർഗിലുള്ള LTG ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. സമ്മേളനത്തിൽ സെയ്ദ് അലി ഷാ ഗിലാനി, അരുന്ധതി റോയ്, ഡോക്ടർ ഷെയ്ഖ് ഷൌക്കത്ത് ഹുസൈൻ, വരവരു റാവു തുടങ്ങിയവരായിരുന്നു പ്രഭാഷകർ. തുഫൈർ അഹമ്മദ് മട്ടു എന്ന 17 വയസ്സുകാരൻ കണ്ണീർ വാതക ആക്രമണത്തിൽ മരിച്ചതിനെ തുടർന്ന് കാശ്മീർ അശാന്തമായ പശ്ചാത്തലത്തിലായിരുന്നു പരിപാടി. കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തണമെന്ന് അരുന്ധതി പ്രസംഗത്തിൽ സൂചിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കാശ്മീരിലെ സാമൂഹ്യ പ്രവർത്തകർ സുശീൽ പണ്ഡിറ്റ് ഇവർക്കെതിരെ പരാതി സമർപ്പിച്ചത്. ഇതിൽ പിന്നീട് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. 2010 അരുന്ധതിക്കെതിരെ ഫയൽ ചെയ്ത FIR-ൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന IPC സെക്ഷൻ 124 ഉൾപ്പെട്ടിരുന്നു. എന്നാൽ 2022 ഈ വകുപ്പ് പുനഃപരിശോധിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് നിലവിൽ വന്നതിനാൽ കോടതികൾ ഈ കേസ് പരിഗണിക്കാൻ UAPA പോലൊരു വകുപ്പ് ആവശ്യമാകുമെന്ന നില വന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അരുന്ധതിക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A, 153B, 505 വകുപ്പുകൾ പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകി. പരമാവധി 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഇവ. പക്ഷേ അനാവശ്യ കാലതാമസത്തിനോ നിശ്ചിത കാലയളവ് അവസാനിച്ചതിനു ശേഷമോ ആണ് കേസിൽ കുറ്റകൃത്യങ്ങൾ ചുമത്തുന്നതെങ്കിൽ അവ പരിഗണിക്കാൻ കോടതിക്ക് കഴിയില്ലെന്നും ക്രിമിനൽ നടപടി ചട്ടത്തിലെ സെക്ഷൻ 468 നിഷ്കർഷിക്കുന്നതിനാൽ കേസിൽ കോടതി ഇടപെടൽ ഉണ്ടാകാതെ വന്നു. കുറ്റം ചുമത്തിയെങ്കിലും നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയാതെ വന്നതോടെ കോടതി കേസ് പരിഗണിക്കുന്നതിനാൽ UAPA വകുപ്പ് ചുമത്തുക എന്ന സാധ്യത അവശേഷിക്കുകയായിരുന്നു. നിയമവിരുദ്ധ പ്രവർത്തികളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അരുന്ധതി റോയിയെ UAPA പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അനുമതി നൽകിയിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് ഇവ. സാധാരണ ക്രിമിനൽ നിയമങ്ങളെക്കാൾ കേസുമായി മുന്നോട്ടു പോകാൻ ഭരണകൂടത്തിന് കൂടുതൽ അധികാരം നൽകുന്നത് കൂടിയാണ് UAPA കേസുകൾ.